ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം കുറേ നാളായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് വരുന്ന കാരണം നമ്മൾ വീട്ടിലൊന്നും കുക്ക് ചെയ്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് പുറത്ത് വിളിച്ച് പറയുക ചെയ്തത്. എനിക്ക് ഉമ്മച്ചി ചോറാണ്ടോ പറഞ്ഞത്, നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതാണ് ഉമ്മച്ചി ചോറ്. അതായത് ചെമ്മീൻ കൊണ്ടുള്ള റൈസ്, ചെമ്മീൻ കൊണ്ടുള്ള അച്ചാർ, പ്ലസ് ഒരു മാങ്ങ ഉപ്പിലിട്ടത്, മുട്ട പൊടിച്ചത്, ഒരു പായസം, ചെമ്മീൻ കൊണ്ടുള്ള ഒരു എല്ലാം ഐറ്റം ഉണ്ടോ ആ ഉമ്മച്ചി ചോറിലുള്ളത്. നല്ല ടേസ്റ്റാണ്. കിച്ചോണിനെ വിളിച്ചിരിക്കുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് മുട്ടായും അതൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നേരെ ലുലുവിൽ പോയിട്ട് മുട്ടായൊക്കെ വാങ്ങിക്കാൻ. ഇപ്പോൾ സമയം 5 മണിയാകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മുട്ടായൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സിൻ്റെ സെഷനിലേക്കാണ് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് ഡൽഹിക്കല്ലേ. അവിടെ നമ്മളെ കിച്ചോണിന് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ടിന് ഒരു കുഞ്ഞു മോളുണ്ട്. ആ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് എടുക്കാൻ പോയി. പിന്നെ നമ്മുടെ നാട്ടിൽ 2 കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഉടുപ്പ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർക്കൊക്കെ ഉടുപ്പെടുത്തിട്ട് നമ്മൾ നേരെ 2 പെട്ടിയും കൂടെ വാങ്ങിക്കാൻ പോയിട്ടോ. കാരണം നമുക്ക് ഇപ്പം തന്നെ ഓൾറെഡി 2 പെട്ടി ഫുള്ളാണ്. ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് തന്നെ ഫുള്ളായിട്ടോ. നമ്മളിന്ന് ഡൽഹിക്കും കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്നോട്ടേ വേണ്ടി 2 പെട്ടിയും പ്ലസ് ഒരു ബാഗും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ വേഗം പേ ചെയ്തിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഈ ദുനിയ ഹോട്ടലിൽ പോയിട്ട് ഞാനും കിച്ചോട്ടും കൂടെ പാൽ പൊറോട്ട കഴിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഇനി റൂമിൽ പോയി ഈ വാങ്ങിച്ച സാധനങ്ങളും കൂടെ പെട്ടിക്കകത്ത് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ഒക്കെ നോക്കണം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അവരുടെ അടുത്താണ് വെയിറ്റ് മെഷീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുബിൻ ചേട്ടനും റോസ്മിൻ ചേച്ചിയും കോപ്പൻ ചേട്ടനും അമൃതയും കുഞ്ഞൂസും ഒക്കെ എത്തിയിട്ടോ. അവർ വെയിറ്റ് മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് നോക്കി സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്ര കേട്ടോ. റോസ്മിൻ ചേച്ചി പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം, നിങ്ങളില്ലാതെ എന്തോ പോലെ ഉണ്ടാവും ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടോ. കുഞ്ഞൂസിനെ വിട്ടിട്ട് വരാൻ സങ്കടമുണ്ട് കേസ്. പക്ഷേ നമുക്ക് നാട്ടിൽ വന്നിട്ട് കുറേ ആയല്ലോ. ഞങ്ങൾ വെക്കേഷനിൽ വരാൻ തന്നെ വിചാരിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പെട്ടിയൊക്കെ എടുത്തിട്ട് ലിഫ്റ്റ് കയറി കേട്ടോ. ഞങ്ങളെ കൊണ്ടുവിടാൻ താഴെ വരെ സുബിൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കിച്ചോട്ടനും ഞങ്ങളുടെ 4 പെട്ടി എടുത്തിട്ട് താഴെ ഇറങ്ങി കേട്ടോ. പിന്നെ സുബിൻ ചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ഞങ്ങൾ WTC മാളിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് മാളിനകത്തുകൂടെ പുറത്ത് പോകാം കേട്ടോ, പാർക്കിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഷൈജ് ചേട്ടനെ കണ്ടു കേട്ടോ. കിച്ചോട്ടൻ്റെ ഫ്രണ്ടാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഷൈച്ചോട്ടനെ കണ്ടുകൂട്ടോ. ഷൈച്ചോട്ടൻ ഞങ്ങളെ ബാഗൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നുട്ടോ ഷൈച്ചേട്ടൻ. അപ്പം ഷൈച്ചേട്ടൻ ഞങ്ങളെ വണ്ടിക്കകത്ത് എല്ലാ ബാഗും കയറ്റിട്ടൊന്ന് ഞങ്ങളെ യാത്ര അയച്ചിട്ടോ. പിന്നെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മുസഫിൽ അജയ്. നിങ്ങളെ അന്ന് ഓണപ്പരിപാടിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ കിച്ചോൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അജയ് നമ്മുടെ വണ്ടിക്കകത്ത് കയറുണ്ടോ. എന്നിട്ട് അവൻ തിരിച്ച് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്ത് ഞാനും കിച്ചോണ്ടും കൂടെ കയറിയിട്ട് അജയുടെ അവിടേക്ക് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ കാണുന്നില്ല, ഇതാണ് കേട്ടോ പൈനാപ്പിൾ ടവർ. ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് അബുദാബിയിൽ വന്നപ്പോൾ ഒരു അടയാളത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത് ശരിക്കും പൈനാപ്പിൾ പോലെ ഇല്ലേ. അപ്പോൾ നമ്മൾ അജയുടെ സ്ഥലത്തെത്തിട്ടോ. അങ്ങനെ അജയും കൂട്ടി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. 2 മണിക്കാട്ടോ ഫ്ലൈറ്റ്. നമ്മളിവിടെ 10-11 മണിക്ക് രാത്രി എത്തി. ഇതാട്ടോ നമ്മുടെ അജയ്, കിച്ചോൻ്റെ കൂടെ പഠിച്ചാണേ. അപ്പോൾ അജയ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ വിട്ടിട്ട് പോയിട്ടോ. നമ്മളെ കൊച്ചി എയർപോർട്ട് പോലെ നാട് പോലെ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ആർക്കും. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകണം. അവിടെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ അജയ് അവിടെ വിട്ടിട്ട് പോയിട്ടോ. നമ്മളെ ഇതാണ് എന്താണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിവിടെ ലാസ്റ്റ് ടൈം വന്ന് ഇറങ്ങിയത് ഇവിടെയാണെങ്കിലും ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ തിരിച്ച് പോകുന്നത്. നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. അത്രയും ഈ എയർപോർട്ടിൽ തന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. തിരിച്ച് വരികയാണെങ്കിലും പോവുകയാണെങ്കിലും എല്ലാം ഒരുപാട് നടക്കാനും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് കേട്ടോ ഈ എയർപോർട്ടിൽ തന്നെ. അപ്പോൾ ഞാനും കിച്ചോണ്ടും കൂടെ നേരെ അകത്ത് പോവുകയാണേ. 4 ബാഗ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് തന്നെ ഒരു ട്രോളി എടുത്ത് ഈ 3 പെട്ടിയും കിച്ചോട്ടെ വെച്ചിട്ട് 1 പെട്ടി ഞാൻ എൻ്റെ കൈ വെച്ചു കേട്ടോ. നേരെ ഞങ്ങൾ ലഗേജൊക്കെ കയറ്റി വിടാന്ന് വേണ്ടിയിട്ട് പോകാം കേട്ടോ, ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട്. നമ്മൾ ഇത്തിഹാദ് ഫ്ലൈറ്റിലാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഫ്ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. പക്ഷേ എന്നാൽ നമുക്ക് നമ്മൾ ഡൽഹിക്കല്ലേ പോകുന്നത്. പിന്നെ നമ്മൾ ഇതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് വേണ്ടി ഞങ്ങൾ ഇത്തിഹാദാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ സാധാരണ നോർമൽ ഫ്ലൈറ്റിനേക്കാളും ഡബിൾ ചാർജ് ആവും കേട്ടോ ഇതിന്. അത്രയും അധികം വരുന്നുണ്ട് കേട്ടോ അതിന്. പക്ഷെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒരിക്കലെങ്കിലും ഇത് പോയി നോക്കണ്ടേന്ന് വേണ്ടി ഞങ്ങൾ ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പം നേരെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് ഞാനും കിച്ചോട്ടും കൂടെ പോകാൻ കേട്ടോ. കണ്ടോ, ഇതാണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. സോറി, എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. സയ്യിദ് സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പേര്. നല്ല വലിയ എയർപോർട്ടാണേ. ഒരുപാട് നടക്കാനും ഉണ്ട് കേട്ടോ.
ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് നടന്ന് മതിയായി. പിന്നെ അങ്ങനെ ട്രാവലേറ്ററിൽ കയറിയിട്ടോ എനിക്ക് മതിയായി ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നാട്ടിൽ പോണതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങൾ വന്നിട്ട് നല്ല ക്ഷീണമായിട്ടോ എനിക്ക് നടക്കാൻ നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇതിൽ കയറി. കിച്ചണിലാണെങ്കിൽ അതിൽ കൂടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്പർ നോക്കി പോവുകയാണേ. ഡിയിലാണ് കേട്ടോ നമ്മുടെ ഗേറ്റ് നമ്പർ. നല്ലോണം നടക്കാനുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഗേറ്റ് നമ്പർ എത്തിയിട്ട് അകത്ത് കയറി കേട്ടോ. കയറി കുറച്ച് നേരം ഇരുന്ന് ഞാൻ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം സമയം പോയി കിട്ടി. അങ്ങനെ 1:30 ഒരു അരമണിക്കൂർ മുമ്പൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റ് വന്നിട്ട് അപ്പോൾ നമ്മൾ 1:30 ആകുമ്പോൾ നമ്മൾ 2 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ 1:30 ആയപ്പോൾ ഞങ്ങളെ വിളിച്ചു കേട്ടോ. ഓരോ നമ്പർ അനുസരിച്ചിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലകത്ത് കയറാൻ പോകണേ. അതിന് വേണ്ടി ലൈൻ നിൽക്കുക കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയതും തന്നെ ഫസ്റ്റ് കാണുന്ന കുറച്ച് സീറ്റൊക്കെ ബിസിനസ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി, അതായത് 3 സീറ്റായിരിക്കും, അതിൽ 2 സീറ്റായിരിക്കും. പിന്നെ പ്ലസ് പില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പില്ലോ കാര്യങ്ങളൊക്കെ ഈ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വിചാരിച്ചു കേട്ടോ. പക്ഷേ അല്ല കേസ്, ഇത് നമ്മൾ ഇത്തിഹാദ് ഫ്ലൈറ്റിലെ സെലക്ട് ചെയ്തത്. അതിൻ്റേതായ ഫെസിലിറ്റി കാര്യങ്ങൾ, പൈസയ്ക്ക് അനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഞങ്ങളിരിക്കുന്ന സീറ്റിലും എല്ലാം പില്ലോ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ആയില്ലേ. ഫുഡ് കാര്യങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അതെല്ലാം ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. പൈസ പോയാലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഡൽഹിക്ക് പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഫ്ലൈറ്റിൽ. കറക്റ്റ് സമയത്ത് തന്നെ അത് ലാൻഡ് ചെയ്തു. അവിടുത്തെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ ഫുഡ് കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ സീറ്റ് നോക്കി പോവുകയാണേ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേസ്. ഞങ്ങൾ കിട്ടിയ സീറ്റില്ലേ, ഞങ്ങൾ കയറി അകത്ത് പോയത് തന്നെ ഞങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് ഈ എമർജൻസി എക്സിറ്റ് ഇല്ലേ ആ സൈഡായിരുന്നു കേട്ടോ ഞങ്ങളുടെ സീറ്റ്. അതായത് ഈ ഫ്ലൈറ്റിലെല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരിക്കുമല്ലോ സീറ്റുകൾ. പക്ഷെ ഞങ്ങൾ ഇരുന്ന സീറ്റിൻ്റെ മുന്നിലുള്ള അത് ആ പോർഷൻ എന്ന് പറയുന്നത് എമർജൻസി എക്സിറ്റ് ആയിരുന്ന വിൻഡോക്കുള്ള ഒരു സൈഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സീറ്റ് അവർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കിച്ചോട്ടനും കൂടെ ഞങ്ങൾക്ക് കാലൊക്കെ നീട്ടി വിസ്തരിച്ചിട്ടിരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ കയറിയതും തന്നെ പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പില്ലോ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ കിച്ചണിനൊക്കെ കാലൊക്കെ നീട്ടിട്ടിരിക്കുക. അവിടുത്തെ ആ ഒരു സീറ്റ് അവരെടുത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം എമർജൻസി എക്സിറ്റ് ഓരോ 10 സീറ്റുകൾ കഴിയും തോറും ഓരോ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഞങ്ങളുടെ സീറ്റ് അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കയറിയ തന്നെ പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയായില്ലേ, അതിനകത്ത് കയറും ചെയ്തില്ല, എനിക്ക് കാലും കടയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ കിടന്ന് പില്ലോക്കെ എടുത്ത് എൻ്റെ ബാഗിലൊക്കെ വെച്ച് പുതപ്പൊക്കെ എടുത്ത് പുതച്ച് സെറ്റായിരിക്കണം കേസ്. അങ്ങനെ ഞങ്ങൾ സെറ്റായി കയറി ഇരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇതെല്ലാം സെറ്റായിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് മെല്ലെ എടുക്കാൻ തുടങ്ങിയിട്ടോ. മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ വരുമ്പോഴായിരുന്നു കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം 3-4 പ്രാവശ്യം ആയില്ലേ എനിക്ക്. അത് കാരണം ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നം അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടോ ഞങ്ങളുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സീറ്റ് അവർ എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ എമർജൻസി എക്സിറ്റ് അല്ലേ, അത് കാരണം ഞങ്ങൾക്ക് നല്ല സുഖം. അതുകൊണ്ട് എനിക്കും കിച്ചണിനൊക്കെ കാലൊക്കെ നീട്ടി നല്ല വിസ്തരിച്ചിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തും തന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഓഫായിട്ടോ. അങ്ങനെ സ്പീഡ് കൂടി, പെട്ടെന്ന് തന്നെ സ്പീഡ് കൂടിയിട്ടോ. അങ്ങനെ സ്പീഡ് കൂടി പെട്ടെന്ന് തന്നെ അങ്ങനെ പറന്നു കേട്ടോ. മേലേക്ക് പറന്നുയർന്നു കേസ്. അങ്ങനെ നേരെ ഞങ്ങൾ ഡൽഹിക്കാണ് പോകുന്നത്. എത്ര പ്രാവശ്യം ഇതിനകത്ത് വന്ന് സെറ്റായാലും നമുക്ക് ആ എടുക്കുന്ന സമയത്തും അതുപോലെ ലാൻഡ് ആവുന്ന സമയത്ത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ചെവി മൂക്കൊക്കെ അടയും കേസ്. അതുമാതിരി ഒരു സൗണ്ടായിരിക്കും അവിടെ ഉണ്ടാവുക. എങ്ങനെയോ ഞാനെല്ലാം എൻ്റെ കയ്യിലൊരു ടവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വലിച്ച് കെട്ടിയിട്ട് എനിക്ക് സെറ്റായിട്ടോ. പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകും. പക്ഷേ ഈ എടുക്കുന്ന സമയത്ത് അതുപോലെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ മേലേക്ക് പൊങ്ങിയിട്ടോ. ആ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കയറിയതും തന്നെ കണ്ടോ, നമ്മൾ അബുദാബിയിൽ നിന്ന് എടുത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. രാത്രി 2 മണിക്കുള്ള വ്യൂ ആണിത്. അങ്ങനെ മേലെ
മേലെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവർ ഫുഡൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അതിലുണ്ടായിരുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഒരു റൈസാണ് കേട്ടോ, ജീര റൈസല്ല, മറ്റേ ബസ്മതി റൈസ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയോ അങ്ങനെ എന്തൊരു കറി, നമ്മൾ വെജ് മീലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പരിപ്പ് കറി, പിന്നെ എന്തോ ഒരു ഫ്രൂട്ട് സലാഡ്, പിന്നെ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്, പിന്നെ ഒരു ബന്നുണ്ടായിരുന്നു പ്ലസ് വെള്ളം, അതിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നല്ലൊരു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ അത്. അപ്പം ഞാനും കിച്ചണിനും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ആ എ സിക്കകത്തും പിന്നെ ആ രാത്രിയല്ലേ നല്ല തണുപ്പുണ്ടാവുമല്ലോ ഫ്ലൈറ്റിൽ, ആ സമയത്ത് ആ ചൂടുള്ള ഒരു ഫുഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ഞാനും കിച്ചണിനൊക്കെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് ഒരു ഉറക്കം ഉറങ്ങിയിട്ടോ. ഉറക്കം ഉറങ്ങുമ്പോഴേക്കും രാവിലെ ഡൽഹി എത്തി. നമ്മൾ ഒരു 7-7:30 നമ്മൾ ഡൽഹി എത്തിയിട്ടോ. ലാൻഡ് ആവാൻ പോകുന്നേ ഉള്ളൂ ഫ്ലൈറ്റ്. ഈ സമയത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, ചെവിയൊക്കെ ഒന്ന് അടഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡൽഹി എത്തിയിട്ടോ. ഇനി നമ്മൾ ഡൽഹി എത്തിയിട്ടില്ല, ഡൽഹിയിലെ വിശേഷങ്ങളും ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും നാടെത്തിയിട്ടുള്ള എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ.